പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2005 മോഡൽ സാൻട്രോ ആണ്. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ ഒരു സാൻട്രോയുടെ ട്രാൻസ്മിഷൻ ഓയിൽ ചേഞ്ച് ചെയ്യുക എന്നൊരു ജോലിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് ആൾട്ടോയുടെ ട്രാൻസ്മിഷൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ ഇവിടെ ഈ ഒരു കാർഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ആ ഒരു വീഡിയോയിൽ ചെയ്തിരിക്കുന്ന പോലെ സെയിം മെത്തേഡിലാണ് ഈ ഒരു സാൻട്രോയുടെ ഓയിൽ ചേഞ്ചിങ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു സാൻട്രോയുടെ ട്രാൻസ്മിഷൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ വാഹനത്തിന് എഞ്ചിൻ ഓയിൽ അല്ലാതെ വേറൊരു ഓയിൽ സെക്ഷൻ കൂടെ ഉണ്ട്. ട്രാൻസ്മിഷൻ ഓയിൽ എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ ഡിപ്സ്റ്റിക് ഉയർത്തി ചെക്ക് ചെയ്യുന്ന ഓയിൽ അല്ലാതെ ഗിയർ ബോക്സിന് സെപ്പറേറ്റ് ആയിട്ടാണ് ഓയിൽ. നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ രണ്ട് സെക്ഷനായിട്ടാണ്. ഒന്ന് എഞ്ചിൻ സെക്ഷനും മറ്റൊന്ന് ട്രാൻസ്മിഷൻ, അതായത് ഗിയർ ബോക്സ് സെക്ഷനും. ഈ രണ്ട് സെക്ഷനും കൂടി രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. അതും രണ്ട് ഗ്രേഡിലുള്ള ഓയിലാണ് ഒഴിക്കുന്നത്. എഞ്ചിൻ ഓയിൽ മാറ്റുന്ന പോലെ തന്നെ ട്രാൻസ്മിഷൻ ഓയിലും ഇത്ര കിലോമീറ്ററിന് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. പലരും ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ മെസ്സേജ് ചോദിക്കുന്നുണ്ട്, ഈ ഒരു ഓയിൽ മാറേണ്ടത് എപ്പോഴൊക്കെയാണ്, ഇങ്ങനൊരു ഓയിലുണ്ടോ, എൻ്റെ വാഹനത്തിന് ഇങ്ങനൊരു ഓയിലുണ്ടോ. അപ്പോൾ ആ എല്ലാ വാഹനങ്ങൾക്കും ഈ ഒരു ഓയിൽ ഉള്ളതാണ്. അപ്പോൾ ആ ഒരു കമൻറ്റിനൊക്കെ ഉള്ള റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ. വാഹനം ജാക്ക് ഉപയോഗിച്ച് ഉയർത്തി നിർത്തിയിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗമാണ് ഉയർത്തി നിർത്തിയിരിക്കുന്നത്, കാരണം വാഹനത്തിൻ്റെ അടിയിലേക്ക് പെട്ടെന്ന് കയറാനും വേണ്ടിയാണ്. ഇനി നമുക്ക് ഗിയർ ബോക്സിന്റെ ഡ്രെയിൻ നെറ്റ് കണ്ടുപിടിക്കണം. സ്വാഭാവികമായിട്ടും ഗിയർ ബോക്സിന്റെ അടിയിലായിട്ടാണ് വരുന്നത്. ദേ ഈ കാണുന്നതാണ് നമ്മുടെ സാൻട്രോയുടെ ഗിയർ ബോക്സിന്റെ, അതായത് ഗിയർ ഓയിലിന്റെ ഡ്രെയിൻ നെറ്റ് വരുന്നത്. ഇത് എഞ്ചിൻ ഓയിലിന്റെ ഡ്രെയിൻ നെറ്റാണ്. ഇതല്ല ലൂസ് ചെയ്യേണ്ടത്, ഇതാണ് ലൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതാണ് ട്രാൻസ്മിഷൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്ന ബോൾട്ട്. ഇത് ബോണറ്റിനുള്ളിൽ നിന്നുള്ള വിഷ്വലാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഡ്രെയിൻ നെറ്റ് ലൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂള്. അതുപോലെ തന്നെ ഫില്ലിംഗ് ബോൾട്ടിന് വേറെ ടൂളാണ്. രണ്ടും രണ്ട് അളവാണ്. ട്രാൻസ്മിഷൻ ഓയിൽ ശേഖരിക്കുവാനായിട്ട് ഇതുപോലൊരു പാത്രം ആവശ്യമാണ്. ഓക്കെ, ഇതാണ് ഞാൻ സാൻട്രോയ്ക്ക് കഴിക്കുന്ന ട്രാൻസ്മിഷൻ ഓയിൽ. ഇത് തന്നെയാണ് ഞാൻ ഓൾട്ടോയ്ക്ക് തന്നെ ഒഴിച്ചിരിക്കുന്നത്. ഓർക്കുക, ട്രാൻസ്മിഷൻ ഓയിലും എഞ്ചിൻ ഓയിലും തമ്മിൽ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ഗിയർ ബോക്സിന്റെ ഡ്രെയിൻ നെറ്റ് ലൂസ് ചെയ്യാം. ഓക്കെ, ഈ ഓയിൽ ഫുള്ളായിട്ട് ഡ്രെയിൻ ആവാനായിട്ട് അല്പസമയം കൊടുക്കാം. ഈ വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ ഓയിൽ നല്ല രീതിയിൽ മോശമായിട്ടുണ്ട്. ഫില്ലിംഗ് ബോൾട്ടും ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫില്ലിംഗ് ബോൾട്ടും ഡ്രെയിൻ നെറ്റും തമ്മിൽ സൈസ് വ്യത്യാസമുണ്ട്. ഓയിലിൻ്റെ കണ്ടീഷൻ വളരെ പരിതാപകരമാണ്. ചിലരൊക്കെ പറയാറുണ്ട് ട്രാൻസ്മിഷൻ ഓയിലിൻ്റെ ലൈഫ് ലോങ് ആണെന്ന്. അത് വെറുതെയാണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായല്ലോ. വാഹനം ഇതുപോലെ ഒന്ന് ചെരിച്ച് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ സ്പീഡിൽ ഓയിൽ ഡ്രെയിൻ ആവുന്നതാണ്. ഓക്കെ, വാഹനം അല്പം ചെരിഞ്ഞാണ് നിൽക്കുന്നത്. ഇനി ഓയിൽ പെട്ടെന്ന് ഡ്രെയിൻ ആയിക്കോളും. ഓയിൽ ഫുള്ള് ഡ്രെയിൻ ആയിട്ടുണ്ട്. അല്പം തുള്ളിയായിട്ട് വരുന്നതും കൂടെ പോവുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, ഓയിൽ ഫുള്ളായിട്ട് ഡ്രെയിൻ ആയിട്ടുണ്ട്. നമുക്കിനി ഡ്രെയിൻ നെറ്റ് തിരിച്ച് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്കുള്ള ഒരു ബെനിഫിറ്റ് ആണ്, നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് 100% റിപ്ലൈ തരുന്നതായിരിക്കും. അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഡ്രെയിൻ നെറ്റ് ആദ്യം കൈകൊണ്ട് ടൈറ്റ് ചെയ്യുക. ഡ്രെയിൻ ചെയ്തെടുത്ത ഓയിൽ ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഡ്രെയിൻ നെറ്റ് സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാം. സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്. ഒരു മീഡിയം പവറിൽ ടൈറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കണമല്ലോ. അതിനായിട്ട് നമുക്ക് ഫില്ലിംഗ് ബോൾട്ട് നമ്മൾ നേരത്തെ ഊരി എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഫില്ലിംഗ് ബോൾട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഓയിൽ ഒഴിക്കേണ്ടത്. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഹോളാണ് ആ ഒരു ഫില്ലിംഗ് ബോൾട്ട് ഊരിയെടുത്ത ആ ഒരു ഹോള്. അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഓയിൽ ഒഴിക്കാനായിട്ട് ഇതുപോലത്തെ ഒരു സംഗതി ആവശ്യമാണ്. ഓക്കെ, നമുക്ക് ആ ഹോസ് ബോണറ്റിനുള്ളിൽ കൂടി ഇറക്കി കൊടുത്ത് ആ ഒരു ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ഹോളിൽ ആ ഒരു ഹോസ് ഇൻസേർട്ട് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ മേളിൽ കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഗിയർ ബോക്സിനുള്ളിലേക്ക് കറക്റ്റായിട്ട് ഓയിൽ എത്തുന്നതാണ്. ഓക്കെ, നമുക്കെന്നാ ഓയിൽ ഒഴിച്ചു കൊടുത്തേക്കാം. ഓയിൽ ഫില്ലായി കഴിയുമ്പം ഓവർഫ്ലോ ആയി പോകുന്ന ഓയിൽ ശേഖരിക്കാൻ ഇതുപോലൊരു പാത്രം വെച്ച് കൊടുക്കാം. 2 ലിറ്റർ ട്രാൻസ്മിഷൻ ഓയിലാണ് സാൻട്രോയ്ക്ക് വേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ബോട്ടിൽ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് ഒഴിക്കാൻ സഹായിച്ച ആ പൈപ്പ് റിമൂവ് ചെയ്തെടുത്തേക്കാം. ഇനി ഫില്ലിംഗ് ബോൾട്ട് തിരിച്ച് ഫിറ്റ് ചെയ്ത് ഗിയർ ബോക്സ് അടച്ചേക്കാം. ഹാൻഡ് ടൈറ്റ് ചെയ്തതിന് ശേഷം ഡ്രെയിൻ നെറ്റ് എങ്ങനെയാണ് ടൈറ്റ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഫില്ലിംഗ് ബോൾട്ടും ടൈറ്റ് ചെയ്യേണ്ടത്. അധികം ബലം കൊടുത്ത് ടൈറ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ട്രാൻസ്മിഷൻ ഓയിൽ എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.